ഭഗവത്ഗീത യഥാരൂപം 3-ാമത്തെ അധ്യായം 14, 15, 16 ശ്ലോകങ്ങളാണ്. ഹരീഷ്ണ, ബിന്ദു മാതാജി എവിടെ പോണു? നമ്മളെ കൂടി കൊണ്ടുപോകും. ഒറ്റയ്ക്ക് പോവാണ്. കേൾക്കുന്നില്ല, മ്യൂട്ടാണ്. ഹരീഷ്ണ ഹരിപോൾ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് പോവായിരിക്കും അല്ലേ? മാതാജി ഞാൻ ഡ്യൂട്ടിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ശരി മാതാജി, കേട്ടോളൂ. ഹരിപോൾ, ഹരി കൃഷ്ണ. കർമ്മയോഗത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് എപ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് കർമ്മം ചെയ്യുക. മാതാജി ഫസ്റ്റ് എക്സാമ്പിള് ഇന്നത്തെ. ഹരിപോൾ. അപ്പൊ നമുക്ക് ഗുരുവിനെ വന്ദിച്ചുകൊണ്ട് തുടങ്ങാം. ഹരേ കൃഷ്ണ. മംഗളാചരണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ജ്ഞാനചന്ദ്രാന്തനാശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതാപദകമലം ശ്രീഗുരുन् വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സാഗരരഘുനാഥാന്വിതം തം സജീവ സാദ്വൈതം സാവധൂതം പരിചരിതം ശ്രീകൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സാഗണലളിതാ ശ്രീവിശാഖാനിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ബിന്ദു ജഗത്പതേ ഗോപേശ ഗോപികാന്ത രാധാകാന്ത നമോസ്തുതേ. സപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനീശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചാകൽപതരൂപേശ കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. എല്ലാ ഗുരുക്കന്മാരെയും ശിക്ഷാഗുരുവിനെയും അതുപോലെ ശിക്ഷാഗുരുവിനെയും എല്ലാ സീനിയർ വൈഷ്ണവാസിനെയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഗീതാ മഹാത്മ്യം ആർക്കെങ്കിലും ചൊല്ലാമോ? ഗീതാ മഹാത്മ്യം. ഹരേ കൃഷ്ണ. ഗീതാശാസ്ത്രമിദം പുണ്യം പഠേത് വേദപുനാൻ വിഷ്ണോപദമവാപ്നോതി ഭയശോകാദിവർജിതഃ. ഗീതാധ്യേന ശീലസ്യ പ്രാണായാമപരസ്യ ച നൈവ സന്ധിഃ പാപാനി പൂർവജന്മകൃതാനി ച. മലനിർമോചനം പുംസാം ജലസ്നാനം ദിനേ ദിനേ സകൃദ്ഗീതാമൃതസ്നാനം സംസാരമലനാശനം. ഗീതാസു ഗീതാ കർത്തവ്യ കിമന്യൈ ശാസ്ത്രവിസ്തരൈ. യാ സ്വയം പത്മനാഭസ്യ മുഖപത്മാദ്വിനിസൃത. ഭാരതാമൃത സർവസ്വം വിഷ്ണോർവക്ത്രാദ്വിനിസൃതം. ഗീതാ ഗംഗോദകം പീത്വാ പുനർജന്മന വിദ്യത്തെ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദന. പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഗ്ധം ഗീതാമൃതം മഹത്. ഏകം ശാസ്ത്രം ദേവകീപുത്രഗീതം ഏകോ ദേവോ ദേവകീപുത്ര ഏവ. ഏകോ മന്ത്ര തസ്യ നാമാനി യാനി കർമാപി ഏകം തസ്യ ദേവസ്യ സേവ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു. മാതാജി. ഹരേ കൃഷ്ണ. അവതാരികയിൽ 41-ാമത്തെ പേജിലുണ്ട് ഗീതാ മഹാത്മ്യം. ഹരേ കൃഷ്ണ. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. വേറെ നമുക്ക് ഡയറക്റ്റ് ശ്ലോകത്തിലോട്ട് പോവില്ലേ പ്രഭു? ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 3 കർമ്മയോഗം ശ്ലോകം 14. വായിക്കട്ടെ. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ. കൃഷ്ണ. ഒരു മാതാജി വായിക്കുക ആരെങ്കിലും?
വായിക്കട്ടെ ആ വായിക്കട്ടെ. ഹരേ പഠിച്ചോളൂ കൃഷ്ണ. മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. അന്നാത് പവന്തി ഭൂതാനി പർജന്യാതന്ന സംഭവകാം. യജ്ഞാത് പവന്തി ഭവതി പർജന്യോ യജ്ഞാസ കർമ്മ സംഭവഃ. ഹരേ കൃഷ്ണ. സമുദ്ഭവ. സമുദ്ഭവ. ഒരാളൂടെ വായിക്കട്ടെ. ആ ആ. പഠിച്ചോളൂ. അന്നാത് ഭവന്തി ഭൂതാനി പർജന്യാദന്ന സംഭവഃ. യജ്ഞാത് ഭവതി പർജന്യോ യജ്ഞഃ കർമ്മ സമുദ്ഭവഃ. നമുക്ക് പദാനുപദാർത്ഥം വായിക്കാം. കാരണം നമ്മൾ 3 ശ്ലോകവും വായിച്ച് ഭാവാർത്ഥം വായിക്കാൻ കുറെ ടൈം എടുക്കുമല്ലോ. അപ്പം നമുക്ക് പെട്ടെന്ന് പദാനുപദാർത്ഥത്തിലേക്ക് പോകാം. അന്നാത്ത് ധാന്യങ്ങളിൽ നിന്ന്, ഭൂതാനി ഭൗതിക ശരീരങ്ങൾ, ഭവന്തി വളരുന്നു അല്ലെങ്കിൽ ഉണ്ടാകുന്നു, പർജന്യ മഴയിൽ നിന്നാണ്, അന്ന സംഭവ അന്നം ഉണ്ടാവുന്നത്, യജ്ഞാത്ത് യജ്ഞങ്ങളിൽ നിന്ന്, പർജന്യ മഴ, ഭവതി ഉണ്ടാവുന്നു, യജ്ഞ യജ്ഞം, കർമ്മ സമുദ്ഭവ നിയത്ത കർത്തവ്യത്തിൽ നിന്നുണ്ടാകുന്നു. ഇവർക്ക് നമ്മൾ പ്രഭാതിച്ച് എല്ലാ ജീവജാലങ്ങളും ധാന്യങ്ങൾ കൊണ്ട് ജീവിക്കുന്നു. അതാകട്ടെ മഴ മൂലമുണ്ടാകുന്നു. മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മങ്ങളിൽ നിന്നും. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം വേറെ ആരെങ്കിലും വായിക്കാമോ? വായിക്കട്ടെ വായിക്കുന്നോ? മാതാജി. വലിയ ആരും ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. ആരും ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. വേറുള്ളവർ വായിക്കട്ടെ. ഹരേ കൃഷ്ണ. വേറുള്ളവർ വായിക്കട്ടെ മാതാജി. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ടേ. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യൂ. ഹരേ കൃഷ്ണ. ആരും മിണ്ടാത്തോണ്ടാ ഞാൻ പറഞ്ഞത്. ഹരേ അതെ, കൃഷ്ണ അതെനിക്ക് മാതാജി. മനസ്സിലായി. അതാ മാതാജി ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അത് വായിച്ചു മാതാജി. ഹരേ കൃഷ്ണ. ഭഗവത്ഗീതയുടെ വിശിഷ്ട വ്യാഖ്യാതാവായ ശ്രീ ബലദേവ വിദ്യാഭൂഷൺ ഇങ്ങനെ എഴുതുന്നു. യേ ഇന്ദ്രിയാത്യംഗതയാവസ്ഥിതം യജ്ഞം സർവേശ്വരം വിഷ്ണും അഭ്യുർച്ഛതശേഷം അശ്നന്തി ദേഹയാത്ര സമ്പാദയന്തി തേ സന്താ സർവേശ്വരസ്യ യജ്ഞപുരുഷസ്യ ഭക്താ സർവകിൽബിഷൈർ അനാദികാല വിവൃദ്ധൈർ ആത്മാനുഭാവ പ്രതിബന്ധകൈർ നിഖിലൈ പാപൈർ വിമുച്യന്തേ. സകല യജ്ഞങ്ങളുടെയും ഭോക്താവ് യജ്ഞപുരുഷനൻ അറിയപ്പെടുന്ന ദേവാധിദേവനായ ശ്രീ ഭഗവാനാണ്. ശരീരത്തെ വിവിധ അവയവങ്ങൾ എന്ന പോലെ അദ്ദേഹത്തെ ദേവന്മാർ ഉപചരിക്കുന്നു. ഇന്ദ്രൻ, ചന്ദ്രൻ, വരുണൻ തുടങ്ങിയവർ ഭൗതിക കാര്യങ്ങളുടെ അധിപതികളാണ്. വായു, വെളിച്ചം, വെള്ളം മുതലായ ഭക്ഷ്യവസ്തുക്കൾ വിളയിക്കാൻ ആവശ്യമുള്ള വിഭവങ്ങൾ അവർ കനിഞ്ഞു വേണ്ടുവോളം നൽകട്ടെ എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ദേവന്മാർക്ക് വേണ്ടി യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്. കൃഷ്ണ ഭഗവാനെ പൂജിക്കുമ്പോൾ അവിടുത്തെ വിഭിന്ന അവയവങ്ങൾ മാത്രമായ ദേവന്മാരും സ്വാഭാവികമായി പൂജിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ അവരെ പ്രത്യേകം പൂജിക്കേണ്ടുന്ന ആവശ്യമില്ലാതെ വരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണാവബോധമാർന്ന ഭക്തന്മാർ കൃഷ്ണനു ആദ്യമേ നിവേദിച്ച ശേഷം മാത്രം ആഹാരം കഴിക്കുന്നത്. ശരീരത്തെ ആത്മീയമായി പോഷിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരീരത്തിലുള്ള മുൻപാപങ്ങളുടെ പ്രതികരണങ്ങൾ നശിക്കുകയും ഭൗതിക പ്രകൃതിക്ക് സഹജമായ അശുദ്ധിയൊന്നും ബാധിക്കാതിരിക്കുകയും ചെയ്യുന്നു. പകർച്ചവ്യാധി പടർന്നു പിടിക്കുന്ന കാലത്ത് അണുനാശക ഔഷധങ്ങൾ കുത്തിവെക്കുന്നത് കൊണ്ട് രോഗബാധയിൽ നിന്ന് രക്ഷ കിട്ടുന്നത് പോലെ കൃഷ്ണനു നിവേദിച്ച പ്രസാദം ഭക്ഷിക്കുന്നത് കൊണ്ട് വൈഷയികാസക്തിയെ ചെറുത്തു നിൽക്കാനുള്ള കരുത്തുണ്ടാകുന്നു. പതിവായി ഇങ്ങനെ ചെയ്യുന്ന ആളാണ് ഭക്തൻ. കൃഷ്ണന് നിവേദിച്ചത് മാത്രം ഭക്ഷിക്കുന്ന കൃഷ്ണാവബോധം ഉറച്ച ഒരാൾക്ക് ആത്മസാക്ഷാത്കാരം കൈവരിക്കുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന പഴയ ഭൗതിക വിഷബാധയുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തനാവാൻ കഴിയും. മറിച്ച് അങ്ങനെ ഭക്ഷണം നിവേദിക്കുന്നതിന് മുമ്പ് കഴിക്കുന്ന ഒരാളുടെ പാപകർമ്മങ്ങൾ വർദ്ധിച്ചു വരികയാൽ അവയുടെ പ്രത്യാഘാതങ്ങളെ അനുഭവിക്കാൻ വേണ്ടി അടുത്ത ജന്മത്തിൽ പന്നിയുടെയും നായയുടെയും ശരീരം എടുക്കേണ്ടി വരുന്നു. മാലിന്യം നിറഞ്ഞതാണ് ഈ ഭൗതിക ലോകം. പവിത്രമായ കൃഷ്ണപ്രസാദം ഭുജിക്കുന്നവർക്ക് ആ മാലിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാവും. അങ്ങനെ ചെയ്യാത്തവർ മാലിന്യത്തിന് വിധേയരാകും. വായിക്കാനോ ബാക്കിയും കൂടെ മാതാജി? വേറെ ആരെങ്കിലും വായിക്കണോ? വേറെ ആരെങ്കിലും വായിക്കുന്നോ?
ഹരേ കൃഷ്ണ മാതാജി വായിക്കട്ടെ. ആ വലിയ മാതാജി വായിക്കട്ടെ. വായിച്ചോ. ഹരേ കൃഷ്ണ. മനുഷ്യന് ഭക്ഷ്യയോഗ്യങ്ങളായത് ധാന്യങ്ങളും പച്ചക്കറികളുമാണ്. മനുഷ്യർ പലവിധം ധാന്യങ്ങളും പഴങ്ങളും പച്ചക്കറികളും ഭക്ഷിക്കുന്നു. മൃഗങ്ങൾ അവയുടെ ശേഷിച്ച ഭാഗവും പുല്ല്, ചെടികൾ എന്നിവയും ആഹാരമാക്കുന്നു. മൃഗങ്ങളെ തിന്നുന്നവർക്കും മാംസം ഭക്ഷിക്കണമെങ്കിൽ സസ്യങ്ങളെ ആശ്രയിച്ചേ പറ്റൂ. അതുകൊണ്ട് കൃഷിഭൂമിയിലെ ഉൽപ്പന്നങ്ങളെയാണ്, ഫാക്ടറികളിലെ ഉൽപ്പന്നങ്ങളെ അല്ല നിലനിൽപ്പിനായി നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. കൃഷിഭൂമിയിലെ ഉൽപാദനം വേണ്ടുവണ്ണമുള്ള മഴയെ ആശ്രയിച്ചിരിക്കും. മഴയാകട്ടെ ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, വരുണൻ മുതലായ ഭഗവത് കിങ്കരരെയും യജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് വായിക്കണ്ടേ? മാതാജി, വേറെ ആരോ മ്യൂട്ട് മാറിയതാ. മാതാജി വായിച്ചോളൂ. ആയിക്കോട്ടെ. കൃഷിഭൂമിയിലെ ഉത്പാദനം വേണ്ടുവണ്ണമുള്ള മഴയെ ആശ്രയിച്ചിരിക്കും. മഴയാകട്ടെ ഇന്ദ്രൻ, സൂര്യൻ, ചന്ദ്രൻ, വരുണൻ മുതലായ ഭഗവത് കിങ്കരരെയും യജ്ഞങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാം. തന്മൂലം യജ്ഞാനുഷ്ഠാനങ്ങൾ ചെയ്യാതിരുന്നാൽ ദുർഭിക്ഷം അനുഭവപ്പെട്ടേക്കാം. പ്രകൃതി നിയമമാണിത്. ഭക്ഷണ ദൗർലഭ്യമുണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും യജ്ഞം, വിശേഷിച്ച് കലിയുഗത്തിലേക്ക് വിധിക്കപ്പെട്ട സങ്കീർത്തന യജ്ഞം അനുഷ്ഠിക്കപ്പെടേണ്ടതുണ്ട്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. ഈ ശ്ലോകം നമുക്ക് കഴിഞ്ഞ ശ്ലോകത്തിന്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. എന്താന്ന് വെച്ചാൽ 13ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു ഭക്ഷണം ഉണ്ടാക്കുന്നവർ, സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കുന്നവർ പാപത്തെയാണ് ഭുജിക്കുന്നത്, അല്ലെ? അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ശ്ലോകം വരുന്നത്. ശരിക്കും പറഞ്ഞാൽ 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ ഒരു സെഷനായിട്ടാണ് വരിക. പിന്നീട് 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങൾ ഒറ്റ സെഷനായിട്ടാണ് വരുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ കർമ്മയോഗയാണ് ജ്ഞാനയോഗത്തെക്കാൾ കൂടുതൽ നല്ലത് എന്നുള്ളതാണ് 9 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. പിന്നീട് 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് ജ്ഞാനയോഗം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ, ജ്ഞാനം കിട്ടാനായിട്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്, പഠിച്ചെടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കർമ്മം കൊണ്ട് ഭഗവാനുമായിട്ട് യോഗം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേക്കുറിച്ചാണ് നമുക്ക് ഇവിടെ 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്നത്. അതുപോലെ തന്നെ കർമ്മകാണ്ഡയിൽ നിന്നും കർമ്മയോഗത്തിലേക്കുള്ള ഒരു ചേഞ്ച്, എങ്ങനെ നമുക്ക് അതിൽ നിന്നും കർമ്മകാണ്ഡയിൽ നിന്നും ഉയർന്ന് ഏതിലേക്ക് എത്താം? കർമ്മയോഗത്തിലേക്ക് എത്താം എന്നുള്ളതാണ്. മനസ്സിലായോ? 1 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങൾ എന്ത് പറയുന്നു? ജ്ഞാനയോഗം, ജ്ഞാനം കൊണ്ട് നമുക്ക് ഭഗവാനിലേക്ക് യോഗം ചെയ്യാൻ പറ്റുന്നില്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എല്ലാവർക്കും ഒരേപോലെ ജ്ഞാനം നേടാനായിട്ട് കഴിയില്ല, അല്ലെ? 10 പേര് ക്ലാസ് കേട്ടാൽ 10 പേരും 10 തരത്തിലായിരിക്കും മനസ്സിലാക്കുന്നത്, അല്ലെ? അപ്പോ കുറച്ച് നന്നായിട്ട് പെട്ടെന്ന് പഠിച്ചെടുക്കുന്നവരുണ്ടാവും, കുറച്ച് സ്ലോ ആയിട്ട് പഠിച്ചെടുക്കുന്നവരുണ്ടാവും. അപ്പോ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? തന്റെ കർമ്മത്തിലൂടെ അവർക്ക് മുന്നേറാനായിട്ട് കഴിയും. എങ്ങനെ? ഭഗവാനെ സ്മരിച്ചുകൊണ്ട്. അത് നമുക്ക് 9 ശ്ലോകം വരെ പറഞ്ഞു തരുന്നു. പിന്നീട് 10 മുതൽ 16 വരെയുള്ള ശ്ലോകങ്ങളില് കർമ്മകാണ്ഡ എങ്ങനെ കർമ്മയോഗത്തിലേക്ക് എലിവേറ്റ് ചെയ്യാം, ഉയർത്തിക്കൊണ്ടുവരാം. നമ്മൾ കർമ്മകാണ്ഡ എന്ന് പറയുമ്പോൾ ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ദേവന്മാര് പല കർമ്മങ്ങൾ, യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആർക്ക് വേണ്ടിയാ ചെയ്യുന്നേ? പല പല ദേവന്മാർക്ക് വേണ്ടി ചെയ്യാനായിട്ട് വേദങ്ങളില് അനുശാസിക്കുന്നുണ്ട്. അപ്പോൾ ആ അനുശാസിക്കുന്നത് അവരെന്ത് ചെയ്യും? പ്രതിഫലം നമുക്ക് എന്തെങ്കിലുമൊക്കെ തരും, അല്ലെ? ഓരോ ദേവന്മാരെയും പ്രീതിപ്പെടുത്തുമ്പോൾ, ഇപ്പൊ ലക്ഷ്മി ദേവിയുണ്ട്, വരുണനുണ്ട്, ഇന്ദ്രനുണ്ട്, ചന്ദ്രനുണ്ട്, ഓരോ ദേവഗണങ്ങളെയും പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് അവരവരുടെ ഡിപ്പാർട്ട്മെന്റില് അവർക്ക് കഴിയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലെ അനുഗ്രഹം അവർ നമുക്ക് തരും, അല്ലെ? ടെമ്പററി ആയിട്ട് തരും, താൽക്കാലികമായിട്ടുള്ള ഒരു അനുഗ്രഹം തരും. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? യജ്ഞം ചെയ്യണം എന്ന് എവിടെ പറയുന്നു? വേദങ്ങളിൽ പറയുന്നു, അല്ലെ? അപ്പോ ആ വേദങ്ങളില് അനുശാസിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഇവർക്കൊക്കെ ഇത് ചെയ്യുമെങ്കിലും അതെല്ലാം ഭഗവാന്റെ അവയവങ്ങൾ മാത്രമാണ്. ദേവന്മാർ എന്ന് പറയുന്നത് ആരാണ്? ഭഗവാന്റെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ ഭഗവാന്റെ സച്ചിദാനന്ദ വിഗ്രഹമായിട്ടുള്ള ആ ആത്മീയ ശരീരത്തിന്റെ അംഗങ്ങൾ മാത്രമാണ്, ഓരോ അവയവങ്ങൾ മാത്രമാണ്
ഈ ദേവഗണങ്ങൾ എല്ലാവരും എന്നുള്ളതാണ് നമുക്ക് ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ ലൈനിൽ തന്നെ നമുക്ക് പറഞ്ഞു ഭഗവാനാണ്. ഭാവാർത്ഥത്തിന്റെ ഒന്നാമത്തെ ലൈൻ നോക്കൂ. സകല യജ്ഞങ്ങളുടെയും ഭോക്താവ്. ശ്ലോകമല്ല, അത് കഴിഞ്ഞിട്ടുള്ള പാട്ട്. സകല യജ്ഞങ്ങളുടെയും ഭോക്താവ് യജ്ഞപുരുഷൻ എന്നറിയപ്പെടുന്ന ദേവാദിദേവനായ ശ്രീ ഭഗവാനാണ് എന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് 5-ാമത്തെ അധ്യായത്തിൽ മോക്ഷ സന്യാസ യോഗത്തിൽ നമുക്ക് 29-ാമത്തെ ലാസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ഭോക്താരം യജ്ഞ തപസാം സർവലോക മഹേശ്വരം. ആ ശ്ലോകം അല്ലെ, അതാണ് ഇവിടെ നമുക്ക് ശ്രീല പ്രഭുപാദര് പറഞ്ഞു തരുന്നത്. പിന്നീട് ഈ ശ്ലോകം 2 ശ്ലോകമായിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. യജ്ഞശിഷ്ടാശിന സന്തോ, അവിടെ എന്ത് പറഞ്ഞു? ഭഗവാന് യജ്ഞത്തിൽ നിവേദിക്കപ്പെടുന്ന അന്നം ഭക്ഷിക്കുന്നത് കൊണ്ട് ഭഗവത് ഭക്തന്മാർ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തരാകുന്നു എന്ന് പറഞ്ഞു അല്ലെ. അത് ഇനി എങ്ങനെയാണ് ആ അന്നം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്നാത് ഭവന്തി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും എല്ലാ സർവ്വ ജീവജാലങ്ങളും എങ്ങനെയാണ്? അന്നമയ കോശയാണ് അല്ലെ. നമ്മൾ 5 തരത്തിൽ കോശങ്ങൾ പഠിക്കും. അന്നമയ കോശ എന്ന് പറഞ്ഞാൽ അന്നം കഴിച്ചുകൊണ്ടാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോ അന്നം ഇല്ലാണ്ട്, ധാന്യം ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാനായിട്ട് നിവൃത്തിയില്ല. ഒരു ദിവസം ഏകാദശി എടുക്കാൻ തന്നെ നമുക്ക് എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അന്നം ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ഇവിടെ ഒരു സൈക്കിളാണ് പറയുന്നത്. നമ്മൾ പറയും ജനന മരണ ചക്രം എന്ന് പറയും അല്ലെ. അതുപോലെ ജനിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കർത്തവ്യങ്ങളെല്ലാം ചെയ്ത് അവസാനം നമ്മൾ മരണത്തിലേക്ക് പോകുന്നു, വീണ്ടും നമ്മൾ ജനിക്കുന്നു. അത് ഒരു സൈക്കിൾ അല്ലെ, ഒരു വൃത്തം പൂർത്തീകരിക്കുന്നത് പോലെയാണ്. ഇവിടെ നമുക്കൊരു വൃത്തം പൂർത്തീകരിച്ച് തരികയാണ്. എന്താന്ന് വെച്ചാല് ആദ്യം അന്നത്തിൽ നിന്നും, അന്നം കൊണ്ട് ആര് ജീവിക്കുന്നു? ജീവജാലങ്ങൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ അതിനു മുന്നേ പറയുന്നു മഴ യജ്ഞത്തിൽ നിന്നുണ്ടാകുന്നു. യജ്ഞങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു. വിധിപ്രകാരമുള്ള കർമ്മം എവിടെ നിന്ന് വരുന്നു? വിധിപ്രകാരം കർമ്മം ചെയ്യണം നമുക്ക് എവിടെയാ പറഞ്ഞു തരുന്നത്? വേദങ്ങളിലാണ് പറഞ്ഞു തരുന്നത് അല്ലെ. വേദങ്ങൾ എവിടെ നിന്ന് വന്നു? ഭഗവാനിൽ നിന്ന് വന്നു അല്ലെ. യജ്ഞം ചെയ്യണം എന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കുന്നു? വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഭഗവാൻ അഹം സർവസ്യ പ്രഭവോ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. ആ ഭഗവാനിൽ നിന്നും എന്ത് ഉദ്ഭവിച്ചു? വേദങ്ങൾ വന്നു. വേദങ്ങളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു? നമ്മൾ ചെയ്യേണ്ട കർത്തവ്യങ്ങൾ എന്തെല്ലാമാണ്, നിയത കർത്തവ്യങ്ങൾ എന്തെല്ലാമാണെന്ന് വേദങ്ങളിൽ പറയുന്നു. അപ്പോ പറഞ്ഞിരിക്കുന്ന എന്താ? നമ്മൾ യജ്ഞങ്ങൾ ചെയ്യണം. ഓരോ കർമ്മവും ഓരോ കർത്തവ്യമായിട്ട് നമ്മൾ ചെയ്യണം. ആ ചെയ്ത് കഴിയുമ്പോൾ ആ യജ്ഞത്തിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? യജ്ഞം ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നമുക്ക് മഴ ലഭിക്കുന്നു. മഴയിൽ നിന്നും എന്ത് ലഭിക്കുന്നു? ധാന്യങ്ങൾ ലഭിക്കുന്നു. ധാന്യത്തിൽ നിന്നും ആ ധാന്യം കൊണ്ട് ജീവജാലങ്ങൾ പോഷണം ആയിട്ട് അവര് ശരീരം പോഷിപ്പിക്കുന്നു അല്ലെ. പക്ഷെ ഈ അന്നം നമുക്ക് കിട്ടുമ്പോൾ, ഈ ധാന്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് സ്വന്തം ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാം. അതേസമയം ഭഗവാന് അർപ്പിച്ചുകൊണ്ടും കഴിക്കാം അല്ലെ. അവിടെയാണ് ഏത് നമ്മൾ ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ കർമ്മകാണ്ഡ എന്തായി മാറുന്നു? കർമ്മയോഗമായി മാറുന്നു അല്ലെ. നമ്മുടെ ആ കർമ്മം എന്തിലേക്ക്? ഭഗവാന് വേണ്ടിയിട്ടാവുന്നു. മനസ്സിലായോ? ഇനി ഈ ജീവജാലങ്ങൾ എന്ത് ചെയ്യാണ്? വീണ്ടും ആ അന്നം ഭഗവാൻ അർപ്പിക്കുന്നത് കൊണ്ട് ഭഗവാനിൽ നിന്ന് തുടങ്ങി ആ സൈക്കിൾ എവിടെ കംപ്ലീറ്റ് ആയി? ഭഗവാനിൽ തന്നെ കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? ആ ചക്രം അവിടെ കംപ്ലീറ്റ് ആയി. ജനന മരണ ചക്രം പോലെ ഭഗവാനിൽ നിന്ന് തുടങ്ങി വേദത്തിൽ നിന്ന് യജ്ഞം, വേദത്തിൽ നിന്നും പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി അല്ലെ, നമ്മുടെ കർത്തവ്യങ്ങള്, നമ്മുടെ കർമ്മങ്ങള്, ആ കർമ്മപ്രകാരം നമ്മൾ യജ്ഞം ചെയ്യുന്നു. യജ്ഞം കൊണ്ട് നമുക്ക് മഴ ലഭിക്കുന്നു. മഴയിൽ നിന്ന് ധാന്യങ്ങള് ഉത്പാദിപ്പിക്കപ്പെടുന്നു അല്ലെ. മഴ ലഭിച്ചാലല്ലേ സസ്യജാലങ്ങള് വരത്തുള്ളൂ അല്ലെ. സസ്യജാലങ്ങള് നമുക്ക് കൃത്യമായിട്ട് ഫലപുഷ്ടിയുള്ള നമുക്ക് ധാന്യങ്ങളെല്ലാം തരികയുള്ളൂ. ആ ധാന്യങ്ങൾ നമ്മൾ ഭഗവാന് അർച്ചിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം നമ്മൾ അത് അന്നമായിട്ട് ജീവജാലങ്ങൾ കഴിക്കുന്നു. അപ്പോ അതാണ് കറക്റ്റ് ആയിട്ടുള്ള സൈക്കിൾ. പക്ഷെ ചിലരെന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് അവർ തന്നെ കഴിക്കും. അപ്പൊ ഈ വൃത്തം പൂർത്തീകരിക്കാതെ, ആ ചക്രം പൂർത്തീകരിക്കപ്പെടാതെ അതെന്തായി മാറുന്നു? വെറും കർമ്മകാണ്ഡയായി മാറുന്നു. അപ്പൊ കർമ്മകാണ്ഡ എന്ന് പറഞ്ഞാൽ ഒരു താഴെ നിൽക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഉയർന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കർമ്മയോഗയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ ഗോവർദ്ധന ലീലയിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഗോവർദ്ധന ലീലയിൽ ഭഗവാൻ പറഞ്ഞില്ലേ, ആർക്കർപ്പിച്ചാൽ മതി? ഭഗവാൻ അർപ്പിച്ചാൽ മതി, ഇന്ദ്രദേവൻ അർപ്പിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അല്ലെ. അപ്പൊ ദേവഗണങ്ങൾക്ക് അർച്ചിക്കുന്നത് നമ്മൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. പക്ഷേ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും എല്ലാം സാരമായ ഈ ഭഗവത്ഗീതയിൽ പറയുന്നു എന്താണ്? ഭഗവാന് അർച്ചിച്ചാൽ മതി എന്ന് പറയുന്നു. ഇവിടെ
ഒരു രണ്ടാമത്തെ അടുത്ത ശ്ലോകത്തിൽ നമുക്കത് പറയുന്നുണ്ട്. രണ്ടാമത്തെ ഇപ്പൊ ഇതില് മനസ്സിലായോ ഈ ഒരു ഭാഗം? അടുത്ത മനസ്സിലായി ശ്ലോകത്തിലേക്ക് നമുക്ക് മാതാജി, പോകാം. മനസ്സിലായി. അല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു ശ്ലോകത്തിലെ ഒരു കഥ ഞാൻ പറഞ്ഞു തരാം. നമുക്ക് അലാർനാഥ് ക്ഷേത്രം അറിയാമോ? അലാർനാഥ് ക്ഷേത്രം ജഗന്നാഥപുരിയില് അലാർനാഥ് ക്ഷേത്രം ഉണ്ട്, അല്ലെങ്കിൽ അലാലനാഥ് എന്ന് പറയും. പോയിട്ടുണ്ടാവും അല്ലെ ആരെങ്കിലും ഒക്കെ ഉണ്ട്, ജഗന്നാഥപുരിയില്? ഉണ്ട്. പ്രഭു പോയിട്ടുണ്ട്. വെരി ഗുഡ്. അവിടെ പോയിട്ടുണ്ട്, മാതാജി പോയിട്ടുണ്ട്. ഓക്കെ. അവിടെ അലാലനാഥ് ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരു ശ്രീകേതൻ എന്ന് പറയുന്ന ഒരു പൂജാരിയുടെ കഥയും കേട്ടിട്ടുണ്ടാവും അല്ലെ? ആ പൂജാരി എന്ന് പറയുന്നത്, പൂജാരി ആ ഭഗവാന് വേണ്ടിയിട്ട് എപ്പോഴും നിവേദ്യം അർപ്പിക്കുമായിരുന്നു അത്ര. ആ നിവേദ്യം അർപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരിടത്ത് പോകേണ്ടി വന്നു ഒരിക്കല്. അപ്പൊ നിവേദ്യം അർപ്പിക്കുന്നത് എടുക്കാനും ചെയ്യാനും വേണ്ടിയിട്ട് കുഞ്ഞു കുട്ടിയാണ്, മകൻ മധു എന്നാണ് മോന്റെ പേര്. മോനോട് പറഞ്ഞു. പക്ഷെ മോനാണെങ്കിൽ മന്ത്രങ്ങളൊന്നും ഉരുവിടാൻ അറിയില്ല, ചെറിയ കുട്ടിയാണ്. അപ്പൊ അതിൽ പാകത കറക്റ്റായിട്ട് വരണം എന്നില്ല പറയുന്ന മന്ത്രങ്ങളിലൊന്നും. എന്തായാലും കുട്ടി പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ലല്ലോ. പക്ഷെ അച്ഛൻ പറഞ്ഞു ശരി, എന്തായാലും പ്രാർത്ഥിച്ചാൽ മതി, ഭഗവാൻ അത് സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ മതി. അടുത്ത ദിവസം മുതൽ കുട്ടി ഈ നിവേദ്യം അർപ്പിക്കാൻ തുടങ്ങി. പക്ഷെ കുട്ടി നിവേദ്യം അർപ്പിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? ഓടിപ്പോയി കളിക്കാനായിട്ട് പോകും. കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് നോക്കും ഭഗവാൻ കഴിച്ചോ. കുറച്ച് കഴിഞ്ഞ് ഇല്ല, ഭഗവാൻ കഴിച്ചിട്ടില്ല. കുറച്ച് വീണ്ടും കളിക്കാൻ പോകും, വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഈ 2-3 പ്രാവശ്യം കുട്ടി വന്ന് നോക്കുമ്പോൾ ഒന്നും തന്നെ ഭഗവാൻ ഇത് കഴിച്ചിട്ടില്ല. അവസാനം കുട്ടിക്ക് സന്ധ്യ കഴിഞ്ഞു, വീട്ടിലേക്ക് പോകണം, അമ്പലം അടയ്ക്കണം. അപ്പോ ഈ സമയത്ത് കുട്ടി കരയാൻ തുടങ്ങും. ഭഗവാനെ ഇതൊന്നും കഴിച്ചില്ലല്ലോ, ഇനി അവിടെ ചെല്ലുമ്പോ അമ്മ എന്നെ വഴക്ക് പറയും. അച്ഛൻ തിരിച്ചു വരുമ്പോ അമ്മ പറഞ്ഞു കൊടുക്കും ഞാൻ തന്നിട്ട് ഭഗവാൻ കഴിച്ചില്ല എന്ന് പറയും. എനിക്ക് മന്ത്രം ഒന്നും ഇടാൻ അറിയില്ല പ്രോപ്പറായിട്ട്, അതുകൊണ്ടാണോ ഭഗവാൻ കഴിക്കാത്തതെന്ന് പറഞ്ഞ് കുഞ്ഞിരുന്ന് കരയാൻ തുടങ്ങും. ഭഗവാൻ അത് കണ്ടിട്ട്, ആ ഭക്തിയും ആ സ്നേഹവും ഒക്കെ കണ്ടിട്ട് ഭഗവാൻ അത് മുഴുവൻ കഴിക്കും. കഴിച്ചു കഴിഞ്ഞ് കുട്ടി പ്ലേറ്റുമായിട്ട് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകും. കുട്ടിക്ക് ഇതൊന്നുമേ അറിയില്ല. കുട്ടി വീട്ടിലേക്ക് പോകും. ഇത് 3 ദിവസം അങ്ങനെ സംഭവിക്കും. അച്ഛൻ തിരിച്ചു വരും. 3-ാമത്തെ ദിവസം തിരിച്ചു വരുമ്പോ അമ്മ പറയും കുട്ടി പോകുന്ന ഒരു ദിവസവും എന്ത് ചെയ്യുന്നില്ല, ഇത് തിരിച്ചു കൊണ്ടുവരുന്നില്ല. അത് കാരണം ഞങ്ങൾ 3 ദിവസമായി പഷ്ണിയാണ്, ഒന്നുമേ കഴിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ അച്ഛൻ പറയും ശരി, ഇവൻ ഒറ്റയ്ക്ക് കൊണ്ടുപോയി കഴിക്കുകയാണോ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്ത ദിവസം കുട്ടിയെ കൊണ്ട് തന്നെ നിവേദ്യം അർപ്പിക്കും ഭഗവാന്. ഭഗവാനെ അർപ്പിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞ് ഒളിഞ്ഞു നിന്ന് ശ്രീകേതനെ നോക്കുകയാണ്. നോക്കുമ്പോഴുണ്ട് ആര് കൈകൊണ്ടുവരികയാണ്? ഭഗവാൻ കൈകൊണ്ടുവന്ന് നിവേദ്യം എടുക്കുകയാണ്. ഭഗവാൻ പക്ഷെ ഏത് അംഗങ്ങൾ കൊണ്ടും, ഭഗവാൻ ഏത് ഇന്ദ്രിയങ്ങൾ കൊണ്ടും അത് പൂർണ്ണമായിട്ട് കഴിക്കാനായിട്ട് കഴിയും. എങ്കിൽ പോലും ഭഗവാൻ അവിടെ എന്നിട്ട് കൈ കൊണ്ട് അത് എടുക്കാനായിട്ട് വരുന്ന സമയത്ത് ശ്രീകേതനെ ചെന്നിട്ട് കൈ തട്ടും. കൈ തട്ടിയിട്ട് പറയും അങ്ങ് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് കഴിക്കും? ഞങ്ങൾക്ക് വേറൊന്നുമേ കഴിക്കാനില്ല. അപ്പോ ഈ പായസം, ചൂടോടുള്ള പായസം എന്ത് ചെയ്യും? ഭഗവാന്റെ മുഖത്തും ദേഹത്തും എല്ലാം തെറിച്ചിട്ട് ഭഗവാന്റെ ആ വിഗ്രഹം മുഴുവൻ പൊള്ളലേൽക്കും. ഇപ്പോഴും അത് നമ്മൾ പോയി കഴിഞ്ഞാൽ അലാലനാഥ ക്ഷേത്രത്തില് ആ വിഗ്രഹം, ആ പൊള്ളല് കാണാൻ കഴിയും എന്നാണ് പറയുന്നത്. പക്ഷേ ഭഗവാൻ പറഞ്ഞു എനിക്കിതിന്റെ ആവശ്യമില്ല. ഭഗവാൻ ആവശ്യമുണ്ടോ നിവേദ്യം? ഒന്നുമേ ആവശ്യമില്ല ഭഗവാന്. പക്ഷേ ഭഗവാൻ എന്തിനാ അത് കഴിക്കുന്നത്? ഭക്തന് വേണ്ടിയിട്ട്, ഭക്തന്റെ ആ ഭക്ഷണം, ആ ആ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ട്, പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് കഴിക്കുന്നത് എന്ന് ഭഗവാൻ പറയും. അപ്പോ ആ ഭഗവാൻ ആ കുഞ്ഞിന്റെ സ്നേഹം കൊണ്ട്, നമുക്ക് ആ ഒരു 9.26 ശ്ലോകത്തിലും പറയുന്നുണ്ട് അല്ലെ, പത്രം പുഷ്പം ഫലം തോയം, അതിലും പറയുന്നുണ്ട് ഭക്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയും കൊടുത്താൽ മാത്രമേ ഭഗവാൻ അത് സ്വീകരിക്കുകയുള്ളൂ. അല്ലാതെ എന്താണ് നമ്മൾ സ്വർണമാണോ ഡയമണ്ട് ആണോ കൊടുക്കുന്നത് നല്ല ഭഗവാൻ നോക്കുന്നത്? പത്രം പുഷ്പം ഫലം തോയം, ഇതിലേതായാലും ഒരു ഇലയോ ഒരു തുള്ളി വെള്ളമോ ഏത് കൊടുത്താലും അല്ലെ, ഒരു പുഷ്പമോ ഏത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും അല്ലെ. അത് നിവേദ്യമായിട്ട് അർപ്പിച്ചാൽ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ചെയ്യണം. അപ്പൊ ഇവിടെയും നമ്മുടെ കർമ്മം എന്ന് പറയുന്നത് നമ്മൾ ഭക്തിയോടുകൂടിയും സ്നേഹത്തോടു കൂടിയുമാണെങ്കിൽ ഈ വൃത്തം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിരിക്കും. ഭഗവാൻ അത് സ്വീകരിക്കണം. നമ്മൾ മുന്നിൽ കൊണ്ടുവച്ചാൽ മാത്രം പോരാ അല്ലെ, ഭഗവാൻ അത് സ്വീകരിച്ച് പരിശുദ്ധമാക്കി നമുക്കത് പ്രസാദം, ആ ഭോഗമാണ് നമ്മൾ കൊടുക്കുന്നത് ഭഗവാന് നിവേദ്യമായിട്ട്, അത് നമുക്ക് എന്താക്കി തരണം? പ്രസാദമാക്കി തരണം. അപ്പോഴാണ് നമ്മുടെ ശരീരവും നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും ഈ ധാന്യങ്ങള്, ഈ അന്നം കഴിക്കുന്നത് കൊണ്ട് പരിശുദ്ധമായി മാറുന്നത്. അപ്പോഴാണ് നമുക്ക് ആധ്യാത്മികമായിട്ട് ഉന്നതി ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരിശുദ്ധീകരിക്കപ്പെടുന്നത്. നമ്മൾ തമോ ഗുണത്തിൽ നിന്നും രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലേക്കും ഉയർത്തപ്പെടുന്നത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതൽ ഭക്തി ചെയ്യാനായിട്ട് നമുക്ക് തോന്നുക. അപ്പോഴാണ് ഭഗവാൻ കൂടുതലായിട്ട് നമ്മളെ പരീക്ഷിക്കാനും തോന്നുക. അങ്ങനെ ഇവൻ പെട്ടെന്ന് കയറി വരില്ല അല്ലെ. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്യും? കുറേ പരീക്ഷണങ്ങൾ നമുക്ക് തരും. ആ പരീക്ഷണങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? തളരാൻ പാടില്ല. ശ്രീകൃഷ്ണ. അപ്പൊ നമുക്ക് അടുത്ത ശ്ലോകത്തിലോട്ട് പോകാമോ? മനസ്സിലായോ ഈ പാട്ട്? 15 പോട്ടെ. മനസ്സിലായി.
വായിക്കട്ടെ. അപ്പോ കൃഷ്ണ 15ാമത്തെ ശ്ലോകം വായിക്കാം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഹരികൃഷ്ണ. വേറെ ആരെങ്കിലും ഒരാൾ വായിക്കാത്ത ഒരാൾ മാതാജിമാര് വായിക്കൂ. ഹരേ കൃഷ്ണ. കർമ്മ ബ്രഹ്മോദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷരസമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. ഹരേ കൃഷ്ണ. കൃഷ്ണ. പദാനുപദാർത്ഥം വായിക്കാം. കർമ്മം പ്രവൃത്തി. ബ്രഹ്മോദ്ഭവം വേദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന്. വിദ്ധി നീ അറിയുക. ബ്രഹ്മ വേദങ്ങൾ. അക്ഷര സമുദ്ഭവം പരബ്രഹ്മത്തിൽ നിന്ന് ഉദ്ഭവിച്ചതാണ്. തസ്മാത് അതുകൊണ്ട്. സർവഗതം സർവവ്യാപിയായ. ബ്രഹ്മ അതീന്ദ്രിയ സത്ത. നിത്യം എന്നും. യജ്ഞേ യജ്ഞത്തിൽ. പ്രതിഷ്ഠിതം പ്രതിഷ്ഠിതമാകുന്നു. പ്രഭാത് കീജെ. വേദങ്ങളിൽ നിയന്ത്രിത കർമ്മവിധികൾ വിവരിച്ചിട്ടുണ്ട്. പരമദിവ്യോത്തമ പുരുഷനിൽ നിന്ന് നേരിട്ട് ഉദ്ഭവിച്ചതാണ് വേദങ്ങൾ. അതിനാൽ സർവവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം 8 പാരഗ്രാഫേ ഉള്ളൂ. ആരെ വായിക്കും മാതാജി? ഹരേ കൃഷ്ണ. വേറെ ആരെങ്കിലും വായിക്കൂ. ഹരേ കൃഷ്ണ. ഞാൻ വായിക്കാം. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. ഈ ശ്ലോകത്തിൽ യജ്ഞാർത്ഥ കർമ്മത്തെ, അതായത് കൃഷ്ണപ്രീതിക്ക് മാത്രമുള്ള കർമ്മത്തെ വീണ്ടും വിശദമായി വിവരിക്കുന്നു. യജ്ഞപുരുഷനായ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്താനാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അതിനെക്കുറിച്ചുള്ള നിർദ്ദേശം തേടേണ്ടത് ബ്രഹ്മത്തിൽ അഥവാ ദിവ്യമായ വേദത്തിൽ നിന്നാണ്. കർമ്മസംബന്ധിയായ നിർദ്ദേശങ്ങളുടെ സമാഹാരമാണ് വേദങ്ങൾ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം വികർമ്മം, ആധികാര്യമല്ലാത്തതും പാപകരവുമാകുന്നു. കർമ്മത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ വേദവിധി അനുസരിച്ച് പ്രവർത്തിക്കണം. സാധാരണ ജീവിതത്തിൽ രാഷ്ട്രത്തിന്റെ നിയമങ്ങൾ അനുസരിക്കേണ്ടതുപോലെ തന്നെ ഒരാൾ ഭഗവത് സാമ്രാജ്യത്തിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. പരമദിവ്യോത്തമ പുരുഷന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്ന് നേരിട്ട് രൂപം കൊണ്ടവയാണ് വേദനിർദ്ദേശങ്ങൾ. അഹദോ ഭൂതസ്യ നിശ്ചിതം ഏതത് യത് ഋഗ്വേദോ യജുർവേദ സാമവേദ അഥർവാംഗിരസ. അതായത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നീ 4 വേദങ്ങളും ശ്രീ ഭഗവാന്റെ ശ്വസനത്തിൽ നിന്നുണ്ടായവയാണ്. നാരദീയോപനിഷത്ത്. ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവശക്തനായ അവിടുത്തേക്ക് ശ്വാസത്തിലൂടെ സംസാരിക്കുവാൻ കഴിയും. ഓരോ ഇന്ദ്രിയത്തിലൂടെയും മറ്റിന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാൻ ഭഗവാന് പ്രയാസമില്ല. ശ്വാസം കൊണ്ട് സംസാരിക്കാം, ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം നടത്താം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ വീക്ഷണമേറ്റ ഭൗതിക പ്രകൃതിയിൽ നിന്ന് സകല ജീവജാലങ്ങളും ഉത്ഭവിച്ച് എന്ന് പറയപ്പെടുന്നു. ഭൗതിക പ്രകൃതിയുടെ ഗർഭാശയത്തിൽ ബദ്ധരായ ആത്മാക്കളെ ഉത്പാദിപ്പിച്ച ശേഷം ആ ആത്മാക്കൾ ദൈവസന്നിധിയിലേക്ക് തിരിച്ചെത്തേണ്ടത് എങ്ങനെയെന്ന് ഭഗവാൻ വൈദിക വിജ്ഞാനത്തിലൂടെ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കൾക്കെല്ലാം ഭൗതിക സുഖ ആസ്വാദനത്തിലാണ് ആസക്തിയെന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് ആ വഴിപിഴച്ച ആഗ്രഹങ്ങൾ നിറവേറ്റി മിഥ്യാസുഖങ്ങൾ അനുഭവിച്ച ശേഷം ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉതകുന്ന വിധത്തിലുള്ളവയാണ് വേദങ്ങളുടെ നിർദ്ദേശങ്ങൾ. ബദ്ധരായ ജീവാത്മാക്കൾക്ക് മുക്തി നേടാൻ അവ വഴിവെക്കുന്നു. അവർ കൃഷ്ണാവബോധവാന്മാരായി വൈദിക നിർദ്ദേശം അനുസരിച്ചുള്ള യജ്ഞപരിപാടികൾ അനുഷ്ഠിക്കാൻ ശ്രമിക്കണം. ഈ വൈദിക നിർദ്ദേശങ്ങൾ അനുഷ്ഠിക്കാൻ കഴിവില്ലാത്തവർക്കും കൃഷ്ണാവബോധത്തിന്റെ സിദ്ധാന്തങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാം. അവ വൈദിക യജ്ഞാനുഷ്ഠാനങ്ങളുടെ ഫലം ചെയ്യും. ഹരേ കൃഷ്ണ. മാതാജി, ഇവിടെ നമുക്ക് വേദങ്ങളിൽ നിന്ന് എങ്ങനെയാണ് എന്തെല്ലാമാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. നമ്മുടെ നിയന്ത്രിത കർമ്മവിധികൾ. നമ്മളിപ്പോ ആ ഒരു സൈക്കിൾ 2 ശ്ലോകങ്ങളിലായിട്ടാണ് ഈ ഒരു വൃത്തം പൂർത്തീകരിക്കുന്നത് കിടക്കുന്നത്. അപ്പൊ ഞാൻ അത് ആദ്യമേ തന്നെ പറഞ്ഞു എളുപ്പത്തിന് വേണ്ടിയിട്ട്. കർമ്മ ബ്രഹ്മോദ്ഭവം. എവിടെ നിന്നാണ് കർമ്മം വരുന്നത്? ബ്രഹ്മ ഉദ്ഭവം. അവിടെ ആദ്യത്തെ ബ്രഹ്മ എന്നുള്ള വാക്ക് പറയുന്നത് വേദങ്ങൾ എന്ന അർത്ഥത്തിലാണ്. വേദങ്ങൾ എന്ന അർത്ഥം. അപ്പോ ബ്രഹ്മ
ഇവിടെ എഴുതിയിട്ടുണ്ട് ബ്രഹ്മോദ്ഭവം. രണ്ടാമത്തെ വേർഡ് മീനിങ് നോക്കൂ. ബ്രഹ്മോദ്ഭവം എന്ന് പറഞ്ഞാല് വേദങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് എന്ന്. കർമ്മം എവിടെ നിന്ന് ലഭിക്കുന്നു? നമുക്ക് വേദങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. അതേസമയം അവസാനത്തെ മൂന്നാമത്തെ ലൈനിൽ ബ്രഹ്മ കൊടുത്തിട്ടുണ്ട്. ആ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടാമത്തത് ബ്രഹ്മ അക്ഷര സമുദ്ഭവം. അക്ഷര എന്ന് പറഞ്ഞാല് സുപ്രീം ലോർഡ് ഭഗവാൻ എന്നുള്ള അർത്ഥമാണ് അവിടെ വരുന്നത്. ഭഗവാൻ അക്ഷര എന്ന് പറഞ്ഞാല് ക്ഷരമില്ലാത്തത്, ക്ഷയിക്കാത്തത്, അല്ലെങ്കിൽ നാശമില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അവിടെ ബ്രഹ്മ എന്ന് പറയുമ്പോൾ അവിടെയും വേദങ്ങൾ എന്നാണ്. പക്ഷെ മൂന്നാമത്തെ ലൈനില് ബ്രഹ്മ നിത്യം എന്ന് പറയുമ്പോൾ അതീന്ദ്രിയ സത്ത അല്ലെങ്കിൽ ഭഗവാൻ എന്നുള്ള അർത്ഥമാണ് അവിടെ ബ്രഹ്മയ്ക്ക് പറയുന്നത്. ഭഗവാൻ. ഇതിലും പറയുന്നത് നമ്മൾ ആ പറഞ്ഞു കഴിഞ്ഞ കാര്യം നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു. എന്താണ്? വേദങ്ങളിൽ നിന്ന് നിയന്ത്രിത കർമ്മവിധികൾ അല്ലെ. നമ്മൾ എല്ലാ കർമ്മവും ചെയ്യാൻ പാടില്ല. ഇവിടെ നിയന്ത്രിത കർമ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർമ്മം 3 തരത്തിലുണ്ട്. കർമ്മ, അകർമ്മ, വികർമ്മ അല്ലെ. നമുക്ക് ഭാവാർത്ഥത്തിലും പറഞ്ഞു തന്നിട്ടുണ്ട് വികർമ്മ എന്താണെന്ന്. വേദങ്ങളിൽ അനുശാസിക്കുന്ന പ്രകാരം അല്ലാത്ത കർമ്മങ്ങൾ ചെയ്തതിനെ നമ്മൾ എന്തെന്ന് പറയും? വികർമ്മ എന്ന് പറയും അല്ലെ. അതിവിടെ പറഞ്ഞിട്ടുണ്ട്. വികർമ്മം ആധികാരികമല്ലാത്തതും പാപകരവുമാകുന്നു എന്നുള്ളത് അല്ലെ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം. പ്രവർത്തി നോക്കൂ. വേദോപദിഷ്ടമല്ലാത്ത കർമ്മം വികർമ്മം. അതെന്താണ്? ആധികാരികമല്ലാത്തതാണ്, അതുപോലെ തന്നെ പാപകരമാണ്. ഇനി അതെന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? ആ കർമ്മങ്ങളെല്ലാം നമ്മുടെ ഇന്ദ്രിയ പൂർത്തിക്ക് വേണ്ടി ഉള്ളതായിരിക്കും. ഇനി നമ്മൾ കർമ്മകാണ്ഡ പറഞ്ഞു അല്ലെ. ഈ വികർമ്മയിൽ നിന്ന് നമ്മൾ കർമ്മകാണ്ഡയിലേക്ക് പോകുന്നു. ആ സമയത്ത് നമ്മൾ നിയതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെങ്കിലും അവിടെയും നമ്മൾ നമ്മുടെ ആഗ്രഹ പൂർത്തിക്ക് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഭഗവാന്റെ അവിടെ ചിന്തിക്കുന്ന പോലുള്ള കർമ്മകാണ്ഡങ്ങളെല്ലാം തന്നെ എന്തിനു വേണ്ടിയാണ്? കർമ്മം ചെയ്യുന്നു, പക്ഷെ അതെന്തിനു വേണ്ടി? നമ്മുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്. ഇനി അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടി ഉയർന്ന് നമ്മൾ പോകുന്നു. എന്താണ്? കർമ്മയോഗം. കർമ്മത്താൽ ഭഗവാനോടൊപ്പം യോഗം ചെയ്യുന്നു. അത് നമ്മുടെ നിയത കർമ്മങ്ങൾ നമ്മൾ യജ്ഞങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് അനുഷ്ഠിക്കുന്നു. അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മൾ കഴിഞ്ഞ ഭാവാർത്ഥത്തിലെ ലാസ്റ്റ് ലൈനാണ്. എന്താണ്? യജ്ഞം, വിശേഷിച്ച് കലിയുഗത്തിലേക്ക് വിധിക്കപ്പെട്ട സങ്കീർത്തന യജ്ഞം. കർമ്മയോഗയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന യജ്ഞം ഏതാണ്? അതിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞം ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ നാമങ്ങൾ അല്ലെ. സങ്കീർത്തന യജ്ഞം കഴിഞ്ഞ 14ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിലെ അവസാനത്തെ ലൈനിൽ പ്രഭാതര് പറഞ്ഞിട്ടുള്ളത്. സങ്കീർത്തന യജ്ഞം നമ്മൾ അനുഷ്ഠിക്കണം. എന്താണ്? ഭക്ഷണ ദൗർലഭ്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഭക്ഷണ ദൗർലഭ്യം മാത്രമല്ല എങ്കിലും എന്നുള്ളൊരു വാക്കുണ്ട്. എന്ന് വെച്ചാൽ അത് മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞത് അതെങ്കിലും ചെയ്യണം. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? കൂടുതലായിട്ട് ഏത് കാര്യത്തിനും എന്ത് ചെയ്യാൻ പറ്റും? സങ്കീർത്തന യജ്ഞം നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് കഴിയും. അപ്പൊ ഈ 2 ശ്ലോകങ്ങളിലായിട്ടാണ് നമ്മുടെ ആ ഒരു വൃത്തം പൂർത്തീകരിക്കപ്പെടുന്നത്. യജ്ഞകർമ്മങ്ങളിലാണ് സർവ്വവ്യാപകമായ അതീന്ദ്രിയ സത്ത യജ്ഞകർമ്മങ്ങളിലാണ് എന്നെന്നും കുടികൊള്ളുന്നത്. സർവ്വവ്യാപകം, അത് സർവഗതം എന്ന് പറഞ്ഞിട്ടുണ്ട്. തസ്മാത്, രണ്ടാമത്തെ ലൈനില് തസ്മാത് സർവഗതം ബ്രഹ്മ. എല്ലായിടത്തും അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. 9.4 ഭഗവത്ഗീതയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മയാ തതം ഇതം സർവം. ഭഗവാൻ എന്ത് ചെയ്യുന്നു? ഈ ഇവിടെ എല്ലാം എന്താ പറയാ, ഈ പ്രപഞ്ചം മുഴുവൻ അല്ലെ, ഈ ബ്രഹ്മാണ്ട കോടി അഖിലാണ്ട നായകൻ എന്നാ പറയാ അല്ലെ. ഈ കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ആ ഭഗവാൻ എന്ത് ചെയ്യും? സർവഗതം. സർവഗതം, ഗതം തന്നെ ഗമിക്കുക, എല്ലായിടത്തേക്കും എത്തുക, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആ ഭഗവാൻ ആ യജ്ഞകർമ്മങ്ങളിലും കുടികൊള്ളുന്നു. എല്ലായിടത്തും ഭഗവാനുണ്ട് അല്ലെ. ഓരോ അണുവിലും ഭഗവാൻ കുടികൊള്ളുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ യജ്ഞകർമ്മങ്ങളിലെല്ലാം തന്നെ ഭഗവാൻ പ്രതിഷ്ഠിതമാണ് എന്ന് പറയാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം തന്നെ ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക, എല്ലാം ഭഗവാന് നിവേദിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നിവേദിക്കുക മീൻസ് എന്താണ്? ഭഗവാന് അർപ്പിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോട്ടെ. മനസ്സിലായോ ഇത്? ഈ 2 ശ്ലോകങ്ങള് കൃഷ്ണ. ഇവിടെ ഭഗവാന്റെ വളരെ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ബ്രഹ്മസംഹിതയിൽ പറയുന്നത് പോലെ സർവശക്തനായ അവിടത്തേക്ക് ശ്വാസത്തിലൂടെ സംസാരിക്കാൻ കഴിയും.
ഓരോ ഇന്ദ്രിയത്തിലൂടെയും മറ്റിന്ദ്രിയങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യാനും ഭഗവാന് പ്രയാസമില്ല. ശ്വാസം കൊണ്ട് സംസാരിക്കാം, ദൃഷ്ടി കൊണ്ട് ഗർഭോത്പാദനം നടത്താം. ഒക്കെയും എന്താണ് ഭഗവാന് കഴിയുന്ന അതീന്ദ്രിയമായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ള പറഞ്ഞിട്ടുണ്ട്. നമുക്കത് വായിക്കാൻ അറിയാമല്ലേ? എല്ലാവർക്കും അതെല്ലാം അറിയാം. അതുകൊണ്ട് അതേപ്പറ്റിയൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പൊ നമുക്ക് 16ാമത്തെ ശ്ലോകം നോക്കാം. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതി ഹയഃ അഘായുരിന്ദ്രിയാ രാമോ മോഹം പാർത്ഥ സ ജീവതി. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതി ഹയഃ അഘായുരിന്ദ്രിയാ രാമോ മോഹം പാർത്ഥ സ ജീവതി. കൃഷ്ണ വേറെ ആരെങ്കിലും വായിക്കാമോ? വായിക്കട്ടെ മാതാജി. കൃഷ്ണ വായിക്കാമോ? ഏവം പ്രവർത്തിതം, അല്ല മാറി അതല്ലേ, ഏവം പ്രവർത്തിതം ഏവം പ്രവർത്തിതം ചക്രം നാനോ വർത്തയതീകയാ അകായോരിന്ദ്രിയാ രാമോ മോഹം പാർത്ഥ സ ജീവതി. ഹരേ കൃഷ്ണ. കൃഷ്ണ അടുത്ത് വായിക്കട്ടെ. അപ്പൊ പദാനുപദാർത്ഥം വായിക്കാം. പാർത്ഥ, ഹേ പാർത്ഥ, ഏവം ഇപ്രകാരം, പ്രവർത്തിതം വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട, ചക്രം സംവിധാനത്തെ, യാതൊരുവൻ, ഇഹ ഈ ജീവിതത്തിൽ, ന അനുവർത്തയതി സ്വീകരിക്കുന്നില്ലയോ, അഘായു പാപജീവിയും, ഇന്ദ്രിയാരാമ ഇന്ദ്രിയാർത്ഥങ്ങളിൽ മാത്രം സംതൃപ്തരായ, സഹ അവൻ, മോഹം നിഷ്ഫലമായി ജീവതി ജീവിക്കുന്നു. കൃഷ്ണ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഈ ഒരു ചക്രത്തെ കുറിച്ചുള്ള ഏവം പ്രവർത്തിതം ചക്രം. ആ ചക്രമാണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. പ്രഭാത് കി ജയ്. പ്രിയപ്പെട്ട അർജുന, വേദങ്ങളാൽ സ്ഥാപിക്കപ്പെട്ട യജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ജീവിക്കുന്നവൻ പാപം നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത്. ഇന്ദ്രിയ സന്തർപ്പണത്തിനു വേണ്ടി മാത്രം ആഗ്രഹിക്കുന്ന അവന്റെ ജീവിതം ഫലമില്ലാത്തതാണ്. കൃഷ്ണ ഭാവാർത്ഥം വായിക്കാമോ? വായിക്കട്ടെ മാതാജി. കഠിനമായി പ്രവർത്തിക്കുകയും ഇന്ദ്രിയ സുഖം അനുഭവിക്കുകയും ചെയ്യുക എന്ന സാമ്പത്തിക സിദ്ധാന്തത്തെ ഭഗവാൻ ഇവിടെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഭൗതിക ലോകത്തിൽ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതുകൊണ്ട് മുൻ പറഞ്ഞതുപോലെ യജ്ഞകർമ്മം അനുഷ്ഠിക്കേണ്ടതാണ്. അത്തരം നിയമങ്ങൾ അനുസരിക്കാത്തവർ അധികം ശക്തമായി തീരുന്ന ഒരു അപായ സാധ്യതയുള്ള ജീവിതം നയിക്കുന്നു. കർമ്മയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം എന്നീ 3 വഴികളിൽ ഏതിലൂടെ ആയാലും ശരി, പ്രകൃതി നിയമം അനുസരിച്ച് മനുഷ്യജീവിത ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളത് ആണ്. പാപപുണ്യങ്ങൾക്ക് അതീതമായ അതീന്ദ്രിയ പ്രജ്ഞയുള്ളവർക്ക് ഈ ചടങ്ങുകൾ മുറപ്രകാരം ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ഇന്ദ്രിയ സുഖാസക്തരായവർ യജ്ഞാനുഷ്ഠാനങ്ങൾ കൊണ്ട് സ്വയം ശുദ്ധീകരിക്കുക തന്നെ വേണം. കർമ്മങ്ങൾ പലവിധമുണ്ട്. കൃഷ്ണാബോധം ഇല്ലാത്തവർ ഇന്ദ്രിയാനുഭൂതികളിൽ മുഴുകിയിരിക്കിയാൽ അവർക്ക് പുണ്യപ്രവർത്തനത്തിൽ ആവശ്യമാണ്. ഇന്ദ്രിയ സുഖപ്രാപ്തിക്കാനുള്ള കർമ്മങ്ങളുടെ പ്രതികരണങ്ങളിൽ കുടുങ്ങിപ്പോവാതെ തന്നെ അവരുടെ ഭോഗേച്ഛകൾ നിറവേറ്റാവുന്ന വിധത്തിലാണ് യജ്ഞപരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ പരിശ്രമഫലമല്ല ഈ ലോകത്തിലെ ഐശ്വര്യം. ഭഗവാന്റെ പശ്ചാത്തല സംവിധാനത്തിനനുസരിച്ച് ദേവന്മാർ തയ്യാറാക്കുന്നതാണത്. അതുകൊണ്ട് വേദത്തിൽ പറയുന്ന പ്രകാരം അതാത് ദേവന്മാർക്കായി യഥാവസരം യജ്ഞങ്ങൾ നടത്തപ്പെടുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അതും കൃഷ്ണാബോധ പരിശീലനം തന്നെ. യജ്ഞാനുഷ്ഠാനത്തിൽ പരിശീലനം സിദ്ധിച്ചവർ തീർച്ചയായും കൃഷ്ണാവബോധം നേടും. അതല്ല, യജ്ഞാദികൾ ചെയ്തിട്ടും കൃഷ്ണാവബോധം ഉദിക്കുന്നില്ലെങ്കിൽ അത്തരം വൈദിക വിധികൾ വെറും സന്മാർഗ നിയമങ്ങളായേ കരുതാൻ പറ്റുകയുള്ളൂ. ഒരാൾ തന്റെ പുരോഗതി നീതി സംഹിതയിൽ മാത്രം ഒതുക്കി നിർത്തിയത് കൊണ്ടാവില്ല. കൃഷ്ണാവബോധം പ്രാപിക്കുന്നതിലേക്കായി അതിനപ്പുറം കടക്കണം. ഹരേ കൃഷ്ണ. കൃഷ്ണമാതാജി, താങ്ക് യു. അപ്പോ ഈ ഒരു ശ്ലോകം നോക്കുമ്പോഴേ ഏവം പ്രവർത്തിതം ചക്രം, ഇപ്രകാരം പ്രവർത്തിക്കുന്ന ആ ഒരു സൈക്കിൾ, ആ ഒരു വൃത്തം, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ന അനുവർത്തയതീഹ, അനുവർത്തിക്കുന്നില്ലെങ്കിൽ, അതിനെ നമ്മളെ പിന്തുടർന്ന് നമ്മള് അത് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ എങ്ങനെയുള്ളവരാണ് അവരെല്ലാവരും? പാപജീവികളായി മാറും എന്നുള്ളതാണ് പറയുന്നത്. അവരെല്ലാവരും എങ്ങനെയായിരിക്കും? പാപജീവികളായിരിക്കും. അവർ എന്തിനു വേണ്ടിയായിരിക്കും? ഇന്ദ്രിയാർത്ഥങ്ങളിൽ മാത്രം സംതൃപ്തരായിരിക്കും. സ്വന്തം ഇന്ദ്രിയങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും അവർ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ആദ്യം ഒരു സൈക്കിൾ, 2 ശ്ലോകങ്ങളിലായിട്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് പറഞ്ഞു. ആ ഒരു വൃത്തത്തെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം?
നമ്മുടെ സ്വന്തം ഇന്ദ്രിയ പ്രാപ്തിക്കല്ലാണ്ട് നമ്മൾ ജീവിക്കണം. ഇത് 2ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തുടങ്ങി. എന്താന്ന് വെച്ചാൽ ആത്മാവിന്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോൾ 49ാമത്തെ ശ്ലോകത്തില് 2ാമത്തെ അധ്യായം 49ാമത്തെ ശ്ലോകത്തിന്റെ ഒരു കണക്ഷൻ ഇവിടെ ഉണ്ട്. ആ ഒരു ശ്ലോകം എന്ന് പറഞ്ഞാല് ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ച കൃപണ ഫല. ആ ഒരു ശ്ലോകം അവിടെ നോക്കാം. അവിടെ എന്താ പറയുന്നത്? അല്ലയോ ധനഞ്ജയ, ജുഗുപ്സാവഹമായ കർമ്മങ്ങളെല്ലാം ഭക്തിയുക്ത സേവനത്താൽ അകറ്റി നിർത്തുക. അപ്പൊ നമ്മുടെ കർമ്മങ്ങളെ മാക്കണം എന്നുള്ളത് ഭഗവാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ഭക്തിയുത സേവനത്താൽ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള ഒരു ലോ ക്വാളിറ്റി, ജുഗുപ്സാവഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള അല്ലെ, ഇന്ദ്രിയ സന്തർപ്പണത്തിന് വേണ്ടിയും അല്ലാതെ ദോഷകരമായിട്ടുള്ള കർമ്മങ്ങളെല്ലാം തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തിയുത സേവനം ചെയ്തുകൊണ്ട് അതിനെ അകറ്റി നിർത്തണം. ആ ബോധത്തോടെ ഭഗവാനെ ശരണം പ്രാപിക്കുക. എത്രത്തോളം നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുന്നോ അത്രത്തോളം നമ്മുടെ ആത്മാവ് എന്ത് ചെയ്യും? പ്യൂരിഫൈഡ് ആയിക്കൊണ്ടിരിക്കും അല്ലെ, പരിശുദ്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൃപണരാണ് എന്ന് ഭഗവാൻ അവിടെ തന്നെ പറഞ്ഞു അല്ലെ. പിന്നീടാണ് ഭഗവാൻ ഇവിടെ നമുക്ക് കർമ്മയോഗ പറഞ്ഞു തരുന്നത്, അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്, അർജുനനിലൂടെ നമ്മളിലേക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഓരോ തരത്തില് ഇവിടെ നമുക്ക് 3 തരത്തിൽ പറഞ്ഞു. കർമ്മയോഗം, ധ്യാനയോഗം. ഇത് ഏതെടുത്താലും ഇപ്പൊ അഷ്ടാംഗ യോഗം അല്ലെ, ഹഠയോഗം, അങ്ങനെ പല തരത്തിലുള്ള യോഗങ്ങളുണ്ട്. പലർക്കും പല സിദ്ധികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പലരും എന്ത് ചെയ്യും? ആ ഒരു തപശക്തിയൊക്കെ ഉപയോഗിക്കും. നമുക്ക് കൗശിക എന്ന് പറഞ്ഞിട്ട് ഒരു ഋഷിയുടെ, ഒരു മുനിയുടെ ഒരു കഥ കേട്ടിട്ടുണ്ടാവാൻ ചിലപ്പോ. അദ്ദേഹം അങ്ങനെ ഇരുന്ന് ഒരു ദിവസം തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുകളിൽ വന്നിരുന്ന ഒരു പക്ഷി, ഒരു കാക്ക വന്ന് ഇങ്ങനെ കാ 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 എന്ന് കരയാൻ തുടങ്ങിയപ്പോ ഇദ്ദേഹത്തിന് ദേഷ്യം വന്നു. കാരണം തന്റെ തപസ്സിന് ഭംഗപ്പെടുത്തുന്ന തരത്തിലാണ് ഈ പക്ഷി എന്ത് ചെയ്യുന്നത്? കരയുന്നത്, കരഞ്ഞു വിളിക്കുന്നത്. അത് കാരണം അദ്ദേഹം ആ പക്ഷിയെ ഇങ്ങനെ ദേഷ്യത്തിലൊന്ന് നോക്കിയതും ഈ പക്ഷി അങ്ങ് ഭസ്മമായി മാറിയപ്പോഴേ ഇദ്ദേഹത്തിന് തന്റെ തപശക്തിയിൽ കുറച്ചൊരു എന്ത് തോന്നി? അഹംഭാവം തോന്നി അല്ലെ. ഓ, ഇത്രയ്ക്ക് ശക്തി എനിക്കുണ്ടോ എന്ന് തോന്നി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം തപസ്സിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി നടക്കുകയാണ്. കാരണം ഈ മധുകരി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഭിക്ഷാന്തേഹികളായിട്ട് അവരെന്ത് ചെയ്യും? ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്, രീതിയാണ്. അവർ പറയുന്നത് എന്താ? മധുകരി എന്നാ പറയുക. 5 വീടുകളിൽ നിന്നും അവർ ധാന്യം സംഭരിച്ചുകൊണ്ട് അവർ ഒരു ദിവസത്തെ അന്നം കഴിക്കും അല്ലെ. അപ്പൊ അതിനു വേണ്ടി ഇദ്ദേഹം മധുകരിക്ക് വേണ്ടിയിട്ട് ഒരു വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് ചെല്ലുമ്പോഴ് അവിടെ ചെന്ന് മധുകരി വേണ്ടി അഭ്യർത്ഥിക്കുന്ന സമയത്ത് ആ ഒരു വീട്ടിലെ അമ്മ പറയും, കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ, ഞാൻ ഇപ്പോ വരാം എന്ന് പറയും. ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് കുറേ സമയം ഇദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യും. പക്ഷെ ആ അമ്മയെ കാണുന്നില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ദേഷ്യം വരും. കാരണം ഓൾറെഡി ഒരു അഹംഭാവം വന്നു കഴിഞ്ഞു. കാരണം തന്റെ ആ ഒരു തപശക്തിയിൽ അദ്ദേഹത്തിനൊരു അഹംഭാവമുണ്ട്. അപ്പൊ ആ അഹംഭാവത്തോടെ അദ്ദേഹം പറയും, എന്താ നിങ്ങൾ ഇത്രയും ലേറ്റ് ആകുന്നത് വരാൻ? ഞാൻ ആരാണെന്ന് അറിയുമോ അല്ലെ, താൻ ആരാണെന്ന് അറിയുമോ എന്നുള്ള ഒരു അഹംഭാവത്തിൽ പറയുമ്പോഴ് അവര് പറയും, നിങ്ങൾ നോക്കിയപ്പോൾ ആ പക്ഷി ആ ഒരു ഭസ്മമായതൊക്കെ എനിക്കറിയാം എന്ന് അവിടെ നിന്ന് തന്നെ വിളിച്ചു പറയും. അപ്പോ ഇദ്ദേഹം വിചാരിക്കും, ഈ മുനി വിചാരിക്കുകയാണ്, എന്താണ് ഇത്രയും കാര്യം ഇവരെങ്ങനെ ഇവിടെ ഇരുന്നുകൊണ്ട് അറിഞ്ഞു എന്ന് വിചാരിക്കും. അപ്പോ ആ സ്ത്രീ ഇറങ്ങി വരുമ്പോൾ ചോദിക്കും, എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ എന്റെ കർമ്മമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ? ഞാൻ എന്റെ പതി സേവ, എന്റെ ഭർത്താവ് സുഖമില്ലാതിരിക്കുകയാണ്, ഞാൻ അദ്ദേഹത്തെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ കർമ്മമാണ് ചെയ്യുന്നത്. ഭഗവാനെ സ്മരിച്ചുകൊണ്ട് തന്നെ ഒരാള് കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്തില്ല? അതില് തെറ്റില്ല. അപ്പൊ പിന്നെ ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്താൽ ചെയ്യാൻ പറഞ്ഞതിൽ തെറ്റില്ല അല്ലെ. ഞാൻ എന്റെ കർമ്മമാണ് ചെയ്തത്. അപ്പോ അതുകൊണ്ടാണ് ഞാൻ താമസിച്ചത്. ഇനി എങ്ങനെയാണ് ഇത് അറിഞ്ഞത് എന്ന് ചോദിക്കും. പറയും, ഒരു കാര്യം ചെയ്യൂ, അവിടെ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വ്യക്തി ഉണ്ട്, അദ്ദേഹത്തോട് പോയി ചോദിക്കാൻ പറയും. ഒരു മാംസം വെട്ടുകാരൻ അവിടെ ഉണ്ട്, അദ്ദേഹത്തോട് പോയി ചോദിക്കാൻ പറയും. അങ്ങനെ ഇദ്ദേഹം വിചാരിക്കും, മാംസം വെട്ടുന്ന ആൾക്ക് എങ്ങനെയാണ് ഇതെല്ലാം അറിയാൻ കഴിയുക എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ മാംസം വെട്ടുകാരന്റെ അടുത്തേക്ക് മാർക്കറ്റിലേക്ക് പോകും. അങ്ങനെ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അവിടെ അദ്ദേഹം മാർക്കറ്റിൽ നിന്ന് അങ്ങനെ മാംസം വെട്ടാണ്. ഈ ഒരു പേര് പറഞ്ഞു, ഈ പേര് അന്വേഷിച്ച് പോകുമ്പോൾ മാംസം വെട്ടാൻ. അപ്പൊ വിചാരിക്കും, ഇദ്ദേഹത്തിന് എങ്ങനെയാണ് ഇതേക്കുറിച്ചൊക്കെ അറിയാനായിട്ട് കഴിയുക? ഈ മാംസം വെട്ടുന്ന വ്യക്തി എന്ന് പറഞ്ഞാല് വളരെ താഴ്ന്ന കർമ്മം ചെയ്യുന്ന ആളാണ് അല്ലെ. അത്രയും താഴ്ന്ന കർമ്മം ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, ഈ ജീവജാലങ്ങളെല്ലാം വെട്ടിക്കൊന്നു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഇതേക്കുറിച്ചൊക്കെ, ആത്മജ്ഞാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു തരാനായിട്ട് കഴിയുക? ഭഗവാനുമായിട്ടുള്ള കർമ്മം എന്ന് പറയുമ്പോൾ ഒരിടത്ത് ഒരു സെക്ലൂഡഡ് പ്ലേസിൽ ഇരുന്നിട്ട് ഏകാന്തമായി ഇരുന്ന്
ധ്യാനം ചെയ്യുക മാത്രമാണ് എന്ന് കരുതിയിരിക്കുന്ന ഇദ്ദേഹത്തിന് അവിടെ എല്ലാം എന്താണ് തെറ്റ് മനസ്സിലാക്കാൻ കഴിയാണ് അല്ലെ? സ്വന്തം തെറ്റ് മനസ്സിലാക്കാൻ കഴിയാണ്. കർമ്മയോഗം, താൻ ചെയ്യുന്ന കർമ്മം എന്താണോ അതിനോട് പൂർണ്ണമായിട്ടും അർപ്പണ മനോഭാവത്തോടു കൂടി ഭഗവാന് സമർപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ കർമ്മത്തിൽ എന്തില്ല, തെറ്റില്ല. ഒരു ജഡ്ജി ഉണ്ട്, ഒരു ജഡ്ജി ഇപ്പം പലർക്കും വധശിക്ഷ വിധിക്കും അല്ലെ? അപ്പൊ ആ ജഡ്ജി വിചാരിക്കുക ഞാൻ വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാല് അത് തെറ്റായി വരുമോ, എനിക്ക് പാപമാകുമോ, ഞാൻ കൊല്ലുന്നതിന് സമമാകുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് സമൂഹത്തിൽ ഒരു ജഡ്ജി ഇല്ലാണ്ടാവൂലേ അല്ലെ? ജഡ്ജി ചെയ്യാണ്ട് ആ സമൂഹം ദുഷിച്ചു പോകത്തില്ലേ? കുറ്റം ചെയ്യുന്നവരെ ശിക്ഷിക്കാനായിട്ട് എന്തെങ്കിലും നിയമവ്യവസ്ഥകൾ ഉണ്ടാവോ? ഇല്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം നിയമവ്യവസ്ഥയൊക്കെ എത്രത്തോളം അല്ലെ അതില് ക്രമക്കേടുകളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ആ ഒരു ജഡ്ജ് ചെയ്യുന്നത് എന്താണ്, തന്റെ കർമ്മം മാത്രമാണ് അല്ലെ? അപ്പൊ ആ കർമ്മം എങ്ങനെ ചെയ്യാം, ഭഗവാന് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് ചെയ്യാം. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന ജഡ്ജിമാരെല്ലാവരും അങ്ങനെയാണോ ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും അവർ ആ കർമ്മത്തെ എന്താക്കുന്നു, കറക്റ്റായിട്ട് ചെയ്യുന്നത് വഴി അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ആ കർമ്മ കണ്ഠയിൽ നിന്നും മാറി അവര് കർമ്മയോഗത്തിലേക്ക് എത്തിപ്പെടുകയാണ് അല്ലെ? ഓരോ ആളിനും നിയത കർത്തവ്യങ്ങളുണ്ട്. വർണ്ണ ആശ്രമ ധർമ്മ പ്രകാരം എന്തുണ്ട്, നിയത കർത്തവ്യങ്ങളുണ്ട്. ഭഗവാൻ പറയുന്നുണ്ടല്ലോ ബ്രാഹ്മണന്റെ കർമ്മം എന്താണെന്നും അല്ലെ, ക്ഷത്രിയന്റെ കർമ്മം എന്താണ്, വൈശ്യന്റെ കർമ്മം, ശൂദ്രന്റെ കർമ്മം. അതുപോലെ നമ്മൾ കലിയുഗത്തിൽ നോക്കുമ്പോഴും ഓരോ വ്യക്തിക്കും അവരവരുടേതായ കർത്തവ്യങ്ങളുണ്ട് അല്ലെ? ആ കർത്തവ്യങ്ങൾ അവരെങ്ങനെ ചെയ്യണം, പൂർണ്ണമായിട്ടും നിർവഹിച്ചിരിക്കണം. എന്നാൽ മാത്രമേ സമൂഹം എങ്ങനെ ആയിരിക്കുള്ളൂ, ബാലൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അല്ലെ? സമമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. കർമ്മയോഗത്തിലൂടെ പരിപൂർണത ആർജിച്ചത് ആരാണ്, ഒരു രാജാവ്? അംബരീഷനാണോ? അല്ല. 20ാമത്തെ ശ്ലോകം നോക്കൂ, 3-ാമത്തെ 20ാമത്തെ ശ്ലോകം നോക്കൂ, എന്നിട്ട് പറയൂ. 3-20. ഇനി വരുന്നതേ ഉള്ളൂ അത്. പക്ഷെ ഇത് എത്ര പ്രാവശ്യം നമ്മൾ ഭഗവത്ഗീത വായിച്ചു ചെയ്യുന്നതാ അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ അറിയുന്നത്. കിട്ടിയോ? ഒരേ ഒരു രാജാവിന്റെ പേര് മാത്രമേ നമുക്ക് ഭഗവത്ഗീതയിൽ പറയുന്നുള്ളൂ. അത് ഇദ്ദേഹത്തിന്റെ പേരാണ്, ജനകൻ. ആ കിട്ടി അല്ലെ? കർമ്മണൈവ ഹി സംസിദ്ധി മാസ്തിദാ ജനകാദയഃ ലോകസംഗ്രഹമേവാപി സംപശ്യൻ. ജനകനെ പോലുള്ള രാജാവ് എന്ത് ചെയ്തു, തങ്ങൾക്ക് വിധിച്ച കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിച്ച് പരിപൂർണതയിൽ എത്തിച്ചേർന്നു. അപ്പോ അതിനാൽ സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കുന്നതിനായി നീ കർമ്മം ചെയ്യേണ്ടിയിരിക്കുന്നു. അർജുനനോട് പറയാണ്. അർജുനൻ അവിടെ ശോക സംവിഘ്ന മാനസനായിട്ട് എന്ത് ചെയ്തു, ഗാണ്ഡീവം എന്ത് ചെയ്തു, സംസ്രദേ ഊർന്ന് വീണ് പോയിട്ട് എന്ത് ചെയ്തു, രഥത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ രഥത്തിൽ ഇരിക്കുന്ന അർജുനനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഈ കർമ്മയോഗത്തെ കുറിച്ച്, കർമ്മം ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും കർമ്മം ചെയ്തുകൊണ്ട് പരിപൂർണതയിൽ എത്താൻ കഴിയുമെന്നും പറയുകയാണ്. അവിടെ എക്സാമ്പിൾ ആയിട്ട് ആരെയും പറഞ്ഞു. 20ാമത്തെ ശ്ലോകത്തിൽ ഇനി വരും ജനകന്റെ കാര്യം അല്ലെ? അപ്പൊ കർമ്മം ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കരുത്, ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി ആയിരിക്കരുത്. ജനകന് പറഞ്ഞു കൊടുത്ത ഗീത ഏതാ? ജനക രാജാവിന് പറഞ്ഞു കൊടുത്തത് ഏത് ഗീതയാ? ആരാ ഗീത പറഞ്ഞു കൊടുത്തത് ജനക രാജാവിന്? അഷ്ടാവക്ര ഗീത കേട്ടിട്ടില്ലേ? അഷ്ടാവക്ര ഗീത, അഷ്ടാവക്ര മുനിയുടെ പേര് കേട്ടിട്ടില്ലേ? അഷ്ടാവക്രനാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ? ജനക രാജാവിന് ഗീത ഉപദേശിക്കുന്ന ആരാ? അഷ്ടാവക്രനാണ്. അഷ്ടാവക്രൻ എട്ട് ഇത് എന്താ പറയാ, ഇങ്ങനെ വക്രൻ വളഞ്ഞ് ശരീരത്തിൽ 8 ഭാഗങ്ങൾ ഇങ്ങനെ വളഞ്ഞ് കൈകല്യമുള്ള വ്യക്തിയാണ്. 8 വളവോട് കൂടിയാണ്. കേട്ടിട്ടില്ലേ? അഷ്ടാവക്രനെ തട്ടിയിട്ട് രാവണൻ പരീക്ഷിക്കുന്നത് അഷ്ടാവക്രൻ എന്ന് പറയും. പിന്നെ കുരങ്ങന്മാര് വന്ന് നിന്നെ ഇതിന് പകരം നിന്റെ മൂത്രമൊഴിച്ച് ശരിയാക്കും അല്ലെ? പിന്നീട് അങ്കദൻ വന്നിട്ട് മൂത്രമൊഴിക്കില്ലേ? അങ്ങനെ കേട്ടില്ലേ? കഥ കേട്ടില്ലേ അഷ്ടാവക്രന്റെ? അഷ്ടാവക്രൻ എന്ന് പറഞ്ഞാല് ശരീരത്തിൽ കിടക്കുമ്പോൾ തന്നെ ശാപം കിട്ടിയതാണ് അല്ലെ? അദ്ദേഹത്തിന്റെ അച്ഛൻ അമ്മയ്ക്ക് അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ, ശാസ്ത്രമൊക്കെ പുരാണമൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴ് അഷ്ടാവക്രന്റെ അച്ഛനോട് അഷ്ടാവക്രൻ അകത്ത് കിടന്ന് കേൾക്കും. ഇത് സ്ഥിരം പരിപാടി അല്ലെ? കുഞ്ഞുങ്ങളെല്ലാം ഈ അകത്ത് കിടന്ന് കേൾക്കും. അപ്പൊ അഷ്ടാവക്രൻ ഉള്ളിൽ കിടക്കുമ്പോ അഷ്ടാവക്രനല്ല, ശരിക്കുള്ള വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം ഉള്ളിൽ കിടന്നിട്ട് പറഞ്ഞ അത് തെറ്റാ,
അച്ഛൻ പറഞ്ഞത് തെറ്റാന്ന് ഉള്ളിൽ കിടന്നിട്ട് പറഞ്ഞു. അപ്പോ അച്ഛന് ദേഷ്യം വന്നു. അപ്പൊ പറഞ്ഞു, നീ ഇപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ എന്താണ്, നീ വെളിയിൽ വന്ന ആകെ പ്രശ്നക്കാരനായിരിക്കുമല്ലോ, അതുകൊണ്ട് നീ 8 വളവോടുകൂടി വരട്ടെ എന്ന് അദ്ദേഹം ശപിക്കുന്നതാണ്. അഷ്ടാവക്രൻ പിന്നീട് ആ ഒരു വക്രതയോടുകൂടി ജനിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ 8-9 വയസ്സുള്ള ആ ഒരു കുട്ടിയെ കൊണ്ട് അച്ഛൻ ജനകന്റെ കൊട്ടാരത്തിലേക്ക്, രാജ്യസഭയിലേക്ക് പോകുമ്പോൾ എല്ലാവരും രാജാവിനെ നമസ്കരിച്ച് നിൽക്കുന്ന സമയത്ത് അദ്ദേഹം കണ്ണെടുക്കാതെ രാജാവിനെ തന്നെ നോക്കി നിന്നത്രേ. അപ്പൊ തന്നെ ജനകരാജാവിന് തോന്നിയത്രേ, എന്തോ ഈ കുട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന്. പിന്നീട് ജനകരാജാവ് നായാട്ടിന് പോകുന്ന സമയത്ത് അഷ്ടാവക്രൻ ആ ഒരു 12 വയസ്സ് പ്രായത്തിലൊക്കെ തന്നെ അദ്ദേഹം ആ വനത്തിലിരുന്ന് ഇങ്ങനെ ധ്യാനനിരതനായിട്ടിരിക്കുകയായിരുന്നു അത്രയ്ക്കും ആത്മജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് അഷ്ടാവക്രൻ എന്ന് പറയുന്നത്. അപ്പൊ പിന്നീട് ജനകരാജാവ് ഉറക്കത്തില് ഒരു സ്വപ്നം കാണുകയും ആ സ്വപ്നം കാണുന്ന സമയത്ത് ആ സ്വപ്നത്തിൽ അദ്ദേഹം ജീവിക്കുന്നതിന് തുല്യമായിട്ട്, ഞാൻ ആ സ്വപ്നത്തിൽ എങ്ങനെയാണ്, നമുക്കൊരു കടുവ നമ്മളെ പിടിക്കാൻ വരുന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സ്വപ്നത്തിൽ വല്ലാണ്ട് പേടിച്ച് അലറി വിളിക്കും അല്ലെ. പിന്നീട് നമ്മൾ ഉണരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് വെറും സ്വപ്നം മാത്രമായിരുന്നു എന്ന്. അപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന് ജനകന് തോന്നുകയാണ്, അപ്പോ ഞാൻ കണ്ട സ്വപ്നമാണോ യാഥാർത്ഥ്യം, അതോ ഞാൻ ഈ ജീവനോടെ ഇരിക്കുന്നതാണോ യാഥാർത്ഥ്യം, ഏതാണ് സ്വപ്നം ഏതാണ് യാഥാർത്ഥ്യം എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അങ്ങനെ അഷ്ടാവക്ര മുനിയോട് അദ്ദേഹം ചോദിക്കും, ഇതിൽ എന്താണ് യാഥാർത്ഥ്യമെന്ന്. അങ്ങനെയാണ് അഷ്ടാവക്ര മുനി അദ്ദേഹത്തിന് ഗീത ഉപദേശിക്കുന്നത്. അതാണ് അഷ്ടാവക്ര ഗീത. അപ്പോ നമുക്കിവിടെ നിർത്താം. കർമ്മയോഗത്തെ പറ്റി എന്തെങ്കിലുമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിലും 16-ാമത്തെ ശ്ലോകത്തിലും എന്താ, ആ ചക്രം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഭഗവാന് ശരണാഗതി പ്രാപിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, സങ്കീർത്തന യജ്ഞത്തിലൂടെ ഭക്തിയോഗത്തിലൂടെ മുന്നോട്ട് പോവുക. അതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും പോയിന്റ്സ് പറയാൻ പറ്റുമോ പഠിച്ചത്? ശ്രീകൃഷ്ണ. പഞ്ചകൽപതരുദ്ദേശിയ കൃപാസിന്ധുഭ്യജ പതിതാനാ പാവനീഭ്യോ വൈഷ്ണവേഭ്യോ നമഃ. എന്റെ പൂർവ്വേശ്വരന്റെ गुरु शिला प्रभुपाद की जय, गुरु महाराज की जय, गौरंग भक्त की जय, हरे कृष्णा जय श्री മാതാജി, നമ്മള് കർമ്മകാണ്ഡം ചെയ്യാതെ കർമ്മയോഗത്തിലോട്ട് പോണം എന്നാണ്. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ കർമ്മയോഗം ഭഗവാന് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ നമ്മൾ കർമ്മയോഗത്തിലോട്ട് പോകും. മാതാജി പറയും, മാതാജി പോയിന്റ് പറയുക അല്ലേ? പറയൂ. പോയിന്റ് അല്ലേ പറയാൻ പറഞ്ഞു മാതാജി, അല്ലയോ? കർമ്മകാണ്ഡത്തിന് കർമ്മയോഗത്തിലോട്ട് പോകാനാണ് പറഞ്ഞത്. കർമ്മകാണ്ഡം നമ്മൾ ഇന്ദ്രിയ സുഖത്തിന് വേണ്ടി നമ്മൾ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന യജ്ഞങ്ങളൊക്കെ ചെയ്ത് കർമ്മകാണ്ഡം നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ കർമ്മയോഗം വേണം ചെയ്യേണ്ടത്. ഭഗവാന്റെ ഇതിനു വേണ്ടി ചെയ്യുക നമ്മൾ. അതുപോലെ തന്നെ ആഹാരം പ്രസാദം നമ്മൾ കഴിക്കണം. അപ്പം നമ്മൾ നമുക്ക് പാപം ഉണ്ടാവുന്നില്ല. നമ്മൾ അങ്ങനെയൊക്കെയാണ് ഭഗവാൻ പരമാതാജി പറഞ്ഞത്. മുഴുവൻ പോയിന്റും പറയുന്നില്ല. ഹരേ കൃഷ്ണ. പറഞ്ഞേ, ആ ഫസ്റ്റും സെക്കൻഡും ശ്ലോകത്തിൽ നിന്ന് നമ്മളൊരു ചക്രം പറഞ്ഞല്ലോ. എന്താ ചക്രം? ജന്മമരണ ചക്രത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം. അത് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞു. ഈ ശ്ലോകങ്ങളെ ബേസ് ചെയ്തൊരു ചക്രം. ഭഗവാനിന്ന് വേദത്തിലൂടെ കർമ്മയജ്ഞം, യജ്ഞമൂലം മഴ കിട്ടുന്നത് കൊണ്ട് സസ്യങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും ഉണ്ടാകുന്നു. ഇത് ജീവികളും നമ്മളും കഴിക്കുന്നു. അങ്ങനെ കഴിക്കുമ്പോൾ നാം ചെയ്യുന്ന യജ്ഞം ഭഗവാന് നിവേദിച്ചതിന് ശേഷം നമ്മൾ കഴിക്കുക. അങ്ങനെ നമ്മൾ കഴിച്ചാൽ നമ്മൾക്ക് പാപമുക്തി ഉണ്ടാകുന്നു. ഭാവമുക്തി നശിക്കാൻ ഭൗതിക പ്രകൃതിയുടെ സഹജമായ അശുദ്ധിയൊന്നും ബാധിക്കാതെ ഇരിക്കാൻ ഭഗവാന് യജ്ഞത്തിലെ പ്രസാദം നൽകിയതിന് ശേഷം ആ യജ്ഞ പ്രസാദം നമ്മൾ കഴിക്കുക. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. അപ്പൊ നമുക്ക് കഴിഞ്ഞല്ലോ അല്ലേ? ടൈം ഓക്കെ ആയിരുന്നോ പ്രഭു? 7:30 തന്നെയാണ് കഴിയുന്നത്. പ്രഭു വേണ്ട പ്രഭു, വോയിസ് റെസ്റ്റ് ആണ്. ഞാൻ മറന്നു പോകുന്നു. ഇതിലൊക്കെ ഉണ്ടോ പ്രഭുവിന്
ഹെൽപ്പ് ചെയ്യണോ അതോ ഞാൻ ലീവ് ചെയ്യാമോ? സമയമുണ്ട്. അതെ 7:30 എനിക്ക് കൊല്ലം പ്രസംഗിൽ ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അവിടെ ചെന്നാലേ എന്താന്ന് അറിയത്തുള്ളൂ. അപ്പോൾ അത് ജന്മാഷ്ടമി, അടുത്ത കേരള ജന്മാഷ്ടമി വരുന്നതിനെ പറ്റിയിട്ടുള്ള ഇതാണ്. വെയിറ്റ് ചെയ്യണമെങ്കിൽ പ്രഭുവിന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം. അവിടെ മീറ്റിംഗ് നടന്നോളും, ജില്ലയിലും നടന്നോളും. എന്നാലും നമ്മൾ ചെല്ലുന്നതാണല്ലോ അതിൻ്റെ ഒരു ശരി. അതുകൊണ്ട് അത്യാവശ്യമില്ലെങ്കിൽ ഞാൻ ലീവ് ചെയ്തേക്കാം എന്നുള്ളത്. മാതാജി സന്തോഷം. ലീവ് ചെയ്തോളും മാതാജി, കുഴപ്പമില്ല. കൃഷ്ണ ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജിമാരെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.